നമ്മളെ 10ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് പഠിപ്പിക്കുമ്പോൾ നവോത്ഥാനം അഥവാ റിനേസൻസിന്റെ പാഠമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എത്ര പേർക്ക് മനസ്സിലാക്കി പഠിക്കേണ്ടത് എന്നുള്ളൊരു കാര്യം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഹരാരിയുടെ ഹോമോ ദ്യൂസ് വായിച്ചപ്പോൾ ആക്ച്വലി ഐ വാസ് ലൈക്ക് മൈൻഡ് ബ്ലോൺ ആയി പോയി. അതായത് അതിന് കിളി പോയി. ഇതൊക്കെ 10ാം ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളാണ്. പക്ഷെ ഇതൊന്നും പലർക്കും ഇതൊന്നും റിയൽ ലൈഫിൽ ഇപ്പോഴും ഇതൊന്നും മനസ്സിലായിട്ടില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ മിഡീവിയൽ കാലത്ത് പണ്ട് കാലത്ത് മിഡിൽ ഏജസിൽ ദൈവങ്ങളും മതങ്ങളും ഒക്കെ ആയിരുന്നു സെന്റർ. അപ്പൊ ഈ ഹ്യൂമണിസം അഥവാ മാനവികത എന്നുള്ള ഈ കോൺസെപ്റ്റ് വന്നതിന് ശേഷമാണ് ഞാനൊരു വ്യക്തിയാണ്, എനിക്ക് എന്താണ് ഫീൽ ചെയ്യണേ, ഐ ആം എൻ ഇൻഡിവിജ്വൽ എന്നുള്ളൊരു കോൺസെപ്റ്റ്, അങ്ങനത്തെ ഒരു ആശയം തന്നെ ആദ്യമായിട്ട് വരുന്നതെന്ന്. അപ്പൊ അതിന് മുമ്പ് ഒരു കൾച്ചറും മനുഷ്യന് മാനവികതക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. അപ്പോൾ മുമ്പായിരുന്നെങ്കിൽ അതാണ് ഇസ്ലാം ആണെങ്കിലും ക്രിസ്ത്യാനിറ്റി ഒക്കെ ആണെങ്കിലും അവരുടെ റിലീജിയസ് ടെക്സ്റ്റിൽ മതഗ്രന്ഥങ്ങളിൽ ദൈവങ്ങളെ സെൻട്രാക്കി വെച്ചത്. പക്ഷേ ഈ ഹ്യൂമനിസം വന്നപ്പോഴാണ് എനിക്കെന്താണ് തോന്നണേ, എനിക്കിതിൽ ലോജിക്ക് ഇല്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ വിയോജിക്കാനും ചോദ്യം ചെയ്യാനും ദൈവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെയുള്ള സ്വാതന്ത്ര്യം ആളുകൾക്ക് കിട്ടുന്നതെന്ന്. അതായത് മനുഷ്യന്റെ നമ്മുടെ ഫ്രീ വില്ലായി ഹയസ്റ്റ് അതോറിറ്റി. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ നമ്മൾ ഫോളോ ചെയ്യുന്ന പല ഡയലോഗുകളും പല ക്യാപ്ഷനുകളിലും ഈ മാനവികതയുടെ ആശയങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നൈക്കിയുടെ ക്യാപ്ഷൻ തന്നെ നോക്കും, ജസ്റ്റ് ഡു ഇറ്റ്, അല്ലെങ്കിൽ ഫോളോ യുവർ ഹാർട്ട്, നിങ്ങൾക്ക് എന്ത് ശരിയെന്ന് തോന്നുന്നു അത് ചെയ്യുക, ട്രസ്റ്റ് യുവർ സെൽഫ്, വോട്ടേഴ്സ് നോസ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ കസ്റ്റമർ ഈസ് ഓൾവേസ് റൈറ്റ്. ഇങ്ങനെയുള്ള എല്ലാ ആശയങ്ങളും ഹ്യൂമനിസത്തിന് ശേഷമാണ് വന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ എത്ര പേര് മനസ്സിലാക്കി പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ മതങ്ങളെയും ഈ മതഗ്രന്ഥങ്ങളെയൊക്കെ എതിർക്കേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഒന്നില്ലെങ്കിൽ സാറുമാർക്ക് ഇതൊന്നും മര്യാദക്ക് അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ അവർ ഇങ്ങനത്തെ പല കാരണങ്ങൾ കൊണ്ട് ഇതൊന്നും മര്യാദക്ക് നമുക്ക് പറഞ്ഞു തരാത്താവാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ ഈ ബയോളജിയിലെ എവല്യൂഷന്റെ കാര്യം പോലെ തന്നെ അതിലെവിടെയും ദൈവത്തിനെ പറ്റി പറയുന്നില്ലല്ലോ. അപ്പൊ ഇതിനുള്ളൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്, അതായത് പണ്ടുള്ള പെയിന്റിങ്സുകളിൽ, പണ്ടത്തെ മിഡീവിയൽ കാലത്തുള്ള പെയിന്റിങ്ങുകളിലെല്ലാം ഈ രാജാക്കന്മാരും മാലാകമാരും ദൈവങ്ങളൊക്കെ ആയിരുന്നു. ഇതിന് ശേഷമാണ് ഇപ്പൊ മൈക്കിൾ ആഞ്ചലോയുടെ പിയത്തേക്ക് ഉൾപ്പെടെ യേശുവിനെ ഒരു മനുഷ്യനായിട്ടുള്ള മാനവിക രീതിയിലുള്ള മനുഷ്യന്റെ എല്ലാ വീക്ക്നെസ്സോടു കൂടിയുള്ള പെയിന്റിങ്ങുകൾ, ഇപ്പൊ ഇറങ്ങുന്ന സിനിമകള്, അല്ലെങ്കിൽ അതായത് പണ്ട് കാലത്താണെങ്കിൽ ഒരിക്കലും ഒരു പട്ടാളക്കാരന്റെ അല്ലെങ്കിൽ ഒരു യോദ്ധാവിന്റെ വിഷമോ വേദന ഒന്നും ഷെയർ ചെയ്യൂലായിരുന്നു. അതായത് അന്നത്തെ കാലത്ത് മാലാകമാര്, കോട്ടക്കൊത്തളങ്ങള്, രാജാക്കന്മാരൊക്കെ ആയിരുന്നു സെന്റർ. അപ്പോൾ ഇന്നിപ്പോ ഒഡീസി പോലത്തെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ നോക്കിയേ, അതിൽ ഒഡീസിയസിന്റെ അയാളുടെ ഗിൽറ്റ്, അയാളുടെ വീക്ക്നെസ്, വിഷമങ്ങള് എല്ലാത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ആശയങ്ങൾ തന്നെ വരാൻ കാരണം അന്നത്തെ ഹ്യൂമനിസമാണ്, മാനവികത എന്ന പുതിയ മതം കാരണമാണ്. അപ്പൊ ഇത് വന്നപ്പോ ഈ മാനവികത എന്നുള്ള ഹ്യൂമനിസം എന്നുള്ള മതം വന്നപ്പോൾ എന്ത് പറ്റി, മനുഷ്യരായി കേന്ദ്രം, ഹ്യൂമാനിറ്റി ആയി. അതായത് മതങ്ങളും ദൈവങ്ങളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. അപ്പൊ ഇതൊന്നും ഇപ്പോഴും അറിയാത്ത ആളുകളാണ് ഈ റിലീജിയസ് ടെക്സ്റ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നതെന്നാണ് ഹോമോ ദ്യൂസിൽ ഹരാരി പറയുന്നത്. അതായത് അതിനു മുമ്പുള്ള പണ്ടുള്ള ഒരു കൾച്ചറും ഈ ഹ്യൂമാനിറ്റിക്ക്, മനുഷ്യന് ഒരു ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ടായില്ല. അതിനു മുമ്പുള്ള എല്ലാ കൾച്ചേഴ്സും മതങ്ങൾക്കും ദൈവങ്ങൾക്കും പിന്നെ ഈ പരലോകങ്ങൾക്കൊക്കെ ഇരുന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അങ്ങനെ ഈ റിനേസൻസ് പീരീഡ് ഈ ശാസ്ത്ര ലോകത്തിനും വലിയ വിപ്ലവങ്ങൾക്കാണ് വഴി തുറന്നത്. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഈ ശരിയും തെറ്റിയൊക്കെ മാറി മറിഞ്ഞ്, അതായത് ഇന്ന് മർഡർ ഒരു കുറ്റമാണ് അല്ലെങ്കിൽ അത് തെറ്റാണ്. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്നൊരാൾക്ക് ദ്രോഹം ഉണ്ടാക്കുമ്പോൾ അയാൾക്ക് വേദന അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ വേണ്ടപ്പെട്ടവർക്കും അത് കാരണം വിഷമം ഉണ്ടാകുന്നുള്ളതുകൊണ്ടാണ് മർഡർ, മറ്റൊരാൾക്ക് ദ്രോഹം ഉണ്ടാകുന്നതുകൊണ്ടാണ് അത് തെറ്റായത്. എന്നാൽ ഇത് പണ്ട് കാലത്തെ ഒരാളോട്, ഹ്യൂമനിസത്തിന് മുമ്പുള്ള ഒരാളോട് ചോദിച്ചാൽ അയാൾ പറയും മർഡർ, കൊലപാതകം തെറ്റാണ്, കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട് കൊല്ലരുത്. ഇതായിരുന്നു അവരുടെ മൊറാലിറ്റി. ഇത് ത്രൂ ഔട്ട് ഇന്നത്തെ കാലത്ത് നോക്കി എല്ലാ ബ്രാൻഡ്സിന്റെ ഡയലോഗ്സിലാണെങ്കിലും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നൈക്കിയുടെ ജസ്റ്റ് ഡു ഇറ്റ് എന്നുള്ള ക്യാപ്ഷൻ, എല്ലാം ഇങ്ങനത്തെ ആ ആശയത്തിന് ശേഷമാണ് വന്നത്. അന്നത്തെ മിഡീവിയൽ കാലഘട്ടത്തിനെ അപേക്ഷിച്ച് ഇന്നുള്ള ആർട്ട് വർക്കുകൾ, ഇന്നത്തെ സിനിമകൾ എല്ലാം സാധാരണക്കാരുടെ വിഷമങ്ങളും, ഒരു മനുഷ്യൻ എന്ത് തോന്നുന്നു, ആടുജീവിതം പോലത്തെ സിനിമ. അപ്പൊ ഇതൊക്കെ എല്ലാം അതിന്റെ അന്നത്തെ ഹ്യൂമനിസം അഥവാ മാനവികത എന്നുള്ള ഒരു പുതിയ മതം വന്നതിന് ശേഷം ഈ ദൈവങ്ങളെ മതങ്ങളെയൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണെന്ന് നമ്മൾ ഓർക്കണം.